തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനദ്രോഹ ബി.ജെ.പി. ഭരണത്തിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കില്ല എന്ന എൽ.ഡി.എഫ് പ്രഖ്യാപനം അത് പുറത്തു കൊണ്ടുവരുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ നേർചിത്രം തന്നെയാണ്. പുറമെ വലിയ ബി.ജെ.പി. വിരുദ്ധത പ്രസംഗിക്കുകയും അകമേ ബി.ജെ.പിക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയും ചെയ്യുന്ന CPM-ന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ പൂർണ്ണമായിട്ടും തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത്. അന്ന് കോർപ്പറേഷൻ ഭരണം ബി.ജെ.പിക്ക് കിട്ടിയത് LDF കളിച്ച അന്തർധാരയുടെയും ഒത്തുകളിയുടെയും ഫലമായിട്ടാണെന്ന് കോൺഗ്രസ് ആരോപിച്ചപ്പോൾ അതിനെ പരിഹസിച്ചവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇപ്പോഴത്തെ LDF-ന്റെ ഈ ചുവടുമാറ്റം. കോൺഗ്രസ് അന്ന് ഉന്നയിച്ച ആ ആരോപണം 100% ശരിവെക്കുന്ന തരത്തിലാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ. കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് കരുതിയിരുന്ന സ്വതന്ത്ര കൗൺസിലർ സുധീഷ് കുമാറിനെ പോലും സമ്മർദ്ദത്തിലാക്കി വഴിതിരിച്ചുവിട്ടതിന് പിന്നിൽ ഈ അന്തർധാര സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിശ്വാസ പ്രമേയത്തിനുള്ള കത്ത് നൽകുവാൻ കോൺഗ്രസിന് മതിയായ പിന്തുണ നേടാൻ സാധിക്കാത്തത് CPM ബി.ജെ.പിക്ക് വേണ്ടി ഒരുക്കിയ രാഷ്ട്രീയ സുരക്ഷാ വലയത്തിന്റെ ഫലമായിട്ട് തന്നെയാണ്. അവിശ്വാസ പ്രമേയത്തോട് CPM സഹകരിക്കാത്തത് ബി.ജെ.പിയുമായുള്ള ഉണ്ടാക്കിയ രഹസ്യധാരണയുടെ ഭാഗമാണെന്ന് UDF പാർലമെന്ററി പാർട്ടി നേതാവ് KS ശബരിനാഥൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ CPM-ന്റെ കപട മുഖംമൂടിയാണ് ജനങ്ങൾക്ക് മുന്നിൽ അഴിഞ്ഞു വീണിരിക്കുന്നത്. കോർപ്പറേഷനിലെ അഴിമതിയും ജനവിരുദ്ധ നയങ്ങളും ചർച്ച ചെയ്യാനുള്ള ഏറ്റവും വലിയ അവസരം കൈവന്നിട്ടും അതിൽ നിന്നും CPM ഒളിച്ചോടിയത് കേന്ദ്ര ഏജൻസികളെ ഭയന്ന് ബി.ജെ.പി. നേതൃത്വത്തിന് മുൻപിൽ കീഴടങ്ങിയത് കൊണ്ട് തന്നെയാണ്. അധികാരത്തിന് വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുന്നവരല്ല UDF എന്നും റിസോർട്ട് രാഷ്ട്രീയം നടത്തുന്നവരല്ല തങ്ങളെന്നും കോൺഗ്രസ് നേതൃത്വം അടിവരയിട്ട് പറയുന്നുണ്ട്. അവിശ്വാസ പ്രമേയം ഒരു രാഷ്ട്രീയ ആയുധമാണെന്നും അത് കൃത്യമായി ഉപയോഗിച്ച ഈ ഒത്തുകളിക്കാരുടെ നേർഗട്ട രാഷ്ട്രീയം തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തിൽ കോൺഗ്രസ് പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടുണ്ട്. സാങ്കേതികമായ പ്രമേയം അവതരിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിലും ജനങ്ങളെ വഞ്ചിക്കുന്ന LDF ബി.ജെ.പി. കൂട്ടുകെട്ടിനെ സമ്മർദ്ദത്തിലാക്കാൻ ഒരുപക്ഷെ UDF-ന് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന സൂചന നൽകിയ മുൻ മേയറും മുൻ മന്ത്രി കൂടിയായ V. ശിവൻകുട്ടിയുടെ വാക്കുകളെ തിരുത്തിക്കൊണ്ട് അവിശ്വാസത്തെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന തീരുമാനം CPM ജില്ലാ സെക്രട്ടറി V. ജോയ് പരസ്യപ്പെടുത്തിയത് ഈ അവിശുദ്ധ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുകയാണ്. ഈ ഘട്ടത്തിൽ UDF-നെ പിന്തുണയ്ക്കുന്നത് രാഷ്ട്രീയപരമായി ഗുണം ചെയ്യില്ല എന്ന LDF-ന്റെ വിലയിരുത്തൽ ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ്. കോൺഗ്രസിന് രാഷ്ട്രീയ നേട്ടവും ഉണ്ടാകരുത്, അതിനായി ബി.ജെ.പിയുടെ അഴിമതി ഭരണം തുടർന്നാലും തങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന നെറുകെട്ട ചിന്തയിലാണ് CPM നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 101 പേരുള്ള കൗൺസിലിൽ 34 പേരുടെ ഒപ്പുണ്ടെങ്കിലേ അവിശ്വാസ പ്രമേയ നോട്ടീസ് കളക്ടർക്ക് പരിഗണിക്കാൻ സാധിക്കൂ എന്ന സാങ്കേതികത്വം വെച്ചാണ് CPM ഇപ്പോൾ ബി.ജെ.പിയെ സംരക്ഷിക്കുന്നത്. കൗൺസിലിൽ UDF-ന്റെ അംഗബലം 20ഉം LDF-ന് 29 അംഗങ്ങളുമാണുള്ളത്. കോൺഗ്രസ് വിമതനായ സുധീഷ് കുമാറും ഒപ്പമുണ്ടായിരുന്നെങ്കിൽ 50 പേരുടെ പിന്തുണയോടെ ഈ ജനവിരുദ്ധ ഭരണത്തെ വിറപ്പിക്കാൻ പ്രതിപക്ഷത്തിന് ഒരുപക്ഷെ സാധിക്കുമായിരുന്നു. എന്നാൽ ബി.ജെ.പിക്ക് ഭരണം നിലനിർത്താൻ വേണ്ടി CPM തങ്ങളുടെ 29 അംഗങ്ങളെയും കൂട്ടി മാറി നിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം പാസ് ആവണമെങ്കിൽ 51 പേർ അനുകൂലിക്കണമെന്നിരിക്കെ പ്രതിപക്ഷത്തിന് ആ ഭൂരിപക്ഷം തടയാൻ LDF കാണിക്കുന്ന ഈ വ്യഗ്രത അണിയറയിലെ ഒത്തുകളിയുടെ തെളിവ് തന്നെയാണ്. ബി.ജെ.പിക്ക് 51 പേരുടെ അംഗബലമുണ്ടെന്ന് അവർ അവകാശപ്പെടുമ്പോഴും അവരുടെ ഒരു കൗൺസിലർ കാപ്പ കേസിൽ ജയിലിലാണ്. എന്നിട്ടും അവിശ്വാസ പ്രമേയത്തെ ബി.ജെ.പി. സ്വാഗതം ചെയ്യുന്നെന്ന് പറയുന്നതിന്റെ അർത്ഥം തങ്ങളെ സംരക്ഷിക്കാൻ CPM കൂടി ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ്. ഇന്ന് നടക്കാനിരിക്കുന്ന നിർണായക കൗൺസിൽ യോഗത്തിൽ ഈ ഒത്തുകളിയുടെ ബാക്കി പത്രമാകും കാണാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ യോഗം ചേർന്നാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നത്. ഇത് രാഷ്ട്രീയമായി വലിയൊരു വിജയമാണ്. കാരണം പുറമേ ശത്രുക്കളോട് അഭിനയിക്കുകയും അകമേ കെട്ടിപ്പുണരുകയും ചെയ്യുന്ന LDF ബി.ജെ.പി. അവിശുദ്ധ സഖ്യത്തിന്റെ യഥാർത്ഥ നേർചിത്രം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ ഒരൊറ്റ അവസരത്തിലൂടെ കോൺഗ്രസിന് സാധിച്ചു. വരും ദിവസങ്ങളിൽ ഈ ഒത്തുകളിക്കെതിരെ ശക്തമായ ജനകീയ സമരങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന ഉറപ്പുകൂടി ആ പാർട്ടി നമുക്ക് തരുന്നു.